എൻ്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും കാമുകന്റെ പരസ്യ പ്രഖ്യാപനം. പിന്നാലെ ഭാര്യയെ അടിച്ച് ഭർത്താവ്. ഒടുവിൽ കണ്ണൂർ കൈതപ്പുറത്തെ രാധാകൃഷ്ണനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തുന്നു. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ ഭാര്യയുടെ കാമുകൻ സന്തോഷ് നേരത്തെ പിടിയിലായതാണ്. ഭാര്യയുടെ പങ്ക് കൂടി പുറത്തു വന്നതോടെ BJP നേതാവായ മിനി നമ്പ്യാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മിനിയുടെ ഫോണിൽ കണ്ട ഒരു ഫോട്ടോയിൽ തുടങ്ങിയ പ്രശ്നമാണ് അരുംകൊലയിൽ കലാശിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചുള്ള സൗഹൃദം പ്രണയമായി വളർന്നപ്പോൾ തകർന്നത് 2 കുടുംബങ്ങളാണ്. കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. ഭാര്യ മിനി നമ്പ്യാർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. പ്രേരണ കുറ്റം ചുമത്തി പരിയാരം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനി പൊതുപ്രവർത്തക കൂടിയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യലിനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ NK സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. കൊലപാതകം നടന്ന മാർച്ച് 20-ന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു. കൊലപാതകം നടന്ന ദിവസം ഇതേ ചൊല്ലി തർക്കമുണ്ടായി. രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. മാതമംഗലത്തെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം മിനി അടുത്തു തന്നെയുള്ള അമ്മയുടെ വീട്ടിൽ എത്തിയിരുന്നു. വെടിവെച്ച് കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് മിനി നമ്പ്യാർ എത്തിയിരുന്നില്ല. ഇതും ദുരൂഹത ഉയർത്തി. കേസിൽ 3-ാം പ്രതിയാണ് മിനി. തോക്ക് നൽകിയ സിജോ ജോസഫ് 2-ാം പ്രതിയാണ്. ഇയാളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. കൈതപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് 20-ന് രാത്രി 7-ഓടെയാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. മിനിയുമായുള്ള സൗഹൃദം എതിർത്തതിന്റെ വൈരാഗ്യത്തിലാണ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയതെന്ന് സന്തോഷ് പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. മിനിയുമായുള്ള സന്തോഷിന്റെ സൗഹൃദം രാധാകൃഷ്ണന്റെ കുടുംബ ബന്ധത്തെ ബാധിച്ചിരുന്നു. സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയത്. പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി. ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തു. ഇതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പരിയാരം പോലീസ് സ്റ്റേഷനിൽ രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇരുവരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. കൊലപാതകം നടന്ന ദിവസം നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. റിമാൻഡിലായിരുന്ന കേസിലെ 1-ാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. 1-ാം പ്രതി സന്തോഷുമായി ഇവരുടെ അതിരുകടന്ന സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും ഇതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിന് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊലയ്ക്ക് മുൻപും ശേഷവും മിനി പ്രതിയുമായി ഫോണിൽ സംസാരിച്ചതിനും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ.